ഹായ് ഓൾ, എൻ്റെ പേര് അശ്വിൻ. ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഹോസ്റ്റിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. നമുക്കിപ്പോൾ ഹോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് ഹോസ്റ്റിംഗിന് കിട്ടിയ ആദ്യത്തെ ഡെഫിനിഷനാണ്. ഞാൻ ഒന്ന് വായിക്കാം. ഹോസ്റ്റിംഗ് ഈസ് എ JavaScript മെക്കാനിസം where variable declarations and functions are moved to the top of their scope before code execution. നമ്മൾ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ, അതായത് നമ്മുടെ കോഡ് എക്സിക്യൂഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ വേരിയബിൾ ഡിക്ലറേഷനും ഫങ്ഷൻസും അതാത് അവരുടെ സ്കോപ്പിന്റെ ടോപ്പിലോട്ട് മൂവ് ചെയ്യുന്നതിനാണ് വേരിയബിൾ ഡിക്ലറേഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ, നമ്മൾ റൺ ബട്ടൺ പോലും ക്ലിക്ക് ചെയ്യാത്തതിന് മുന്നേ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നു. ഈ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ അറിയായിരിക്കും. നമ്മൾ ഈ വേരിയബിൾ ഡിക്ലറേഷന് മുന്നെയാണ് ഞാനത് ലോഗ് ചെയ്തേക്കുന്നത്. ഈ ഫംഗ്ഷൻ ഡിക്ലറേഷന് മുന്നെയാണ് ഞാനത് കോൾ ചെയ്തേക്കുന്നത്. വേറെ ലാംഗ്വേജ് ഓൾറെഡി കോഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ രണ്ട് കേസും അവരുടെ ലാംഗ്വേജിൽ പോസിബിൾ അല്ല. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ ഇത് പോസിബിൾ ആണ്. മെമ്മറി അലോക്കേഷൻ്റെ സമയത്ത് കോഡ് എക്സിക്യൂഷന് മുന്നേ തന്നെ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് വഴി ഈ കോഡ് മെമ്മറിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ഫിസിക്കലി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തില്ലെങ്കിൽ പോലും മെമ്മറി അലോക്കേഷൻ്റെ സമയത്ത് സ്കോപ്പിൽ അത് ടോപ്പിലോട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇത് സ്റ്റോർ ചെയ്യുന്നത് ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് എന്നൊരു മെക്കാനിസം വഴിയാണ്. നമുക്കപ്പോൾ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്, ഞാൻ അതിനകത്ത് ഹോസ്റ്റിംഗ് എന്ന് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനകത്ത് ഞാനത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സിക്യൂഷന് മുന്നേ തന്നെ, അതായത് നമ്മൾ പ്രോഗ്രാം എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എനേബിൾ ആവുകയും ലൈൻ ബൈ ലൈനാണ് അത് സ്കാൻ ചെയ്ത് വരുന്നത്. സ്കാൻ ചെയ്ത് വരുമ്പോൾ ആദ്യം വേരിയബിൾ എൻകൗണ്ടർ ആകുമ്പോൾ വേരിയബിളിൻ്റെ ഡിക്ലറേഷൻ, അതായത് വാർ കോൺസെപ്റ്റ് മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ. അതിലോട്ട് ഇനിഷ്യലൈസ് ചെയ്തേക്കുന്ന വാല്യൂ എടുക്കത്തില്ല. അത് അൺഡിഫൈൻഡ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തിരുന്നാൽ പോലും വേരിയബിൾ ഡിക്ലറേഷൻ എടുത്തിട്ട് അതിനകത്ത് അൺഡിഫൈൻഡ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഫംഗ്ഷൻ്റെ കേസിൽ അങ്ങനെയല്ല. ഗ്ലോബൽ കോണ്ടെക്സ്റ്റിന് ഫംഗ്ഷനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഫംഗ്ഷനും അതിനകത്തുള്ള കോഡ് സ്റ്റേറ്റ്മെൻറ്റും കംപ്ലീറ്റ്ലി എടുത്ത് വെക്കാറാണ് പതിവ്. നമുക്കപ്പോൾ ഇതൊന്ന് ലോഗിൽ വെച്ച് നോക്കാം. അതേ ഇതാണ്. ഫംഗ്ഷൻ ഡിക്ലറേഷന് മുന്നെയാണ് ഫംഗ്ഷൻ കോൾ ചെയ്തേക്കുന്നത്. വേരിയബിൾ ഡിക്ലറേഷന് മുന്നെയാണ് വേരിയബിൾ ലോഗ് ചെയ്തേക്കുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. വേരിയബിൾ അൺഡിഫൈൻഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഫംഗ്ഷനകത്ത് കയറിയിട്ടുണ്ട്, പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കോൺസെപ്റ്റ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിടത്ത് അൺഡിഫൈൻഡ് ആയിട്ടാണ് പ്രിന്റ് ചെയ്തത്. ഇതിന് കാരണം ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ആണ്. ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ഇവിടെ അൺഡിഫൈൻഡ് ആയിട്ട് സ്റ്റോർ ചെയ്തതാണ്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് അങ്ങനെ വരാൻ കാരണം, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു കോണ്ടെക്സ്റ്റ് ഗ്ലോബൽ കോണ്ടെക്സ്റ്റിന്റെ മുകളിൽ ഡിക്ലെയർ ആവുന്നുണ്ട്. അത് അപ്പം തന്നെ പോകും. എന്ന് വെച്ചാൽ ആ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ അത് പോകും. എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിന്റെ വർക്കിങ്ങും ഗ്ലോബൽ കോണ്ടെക്സ്റ്റിനെ പോലെ തന്നെ സിമിലർ ആണ്. ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് സ്കാൻ ചെയ്ത് വരുന്നത്. എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ഫസ്റ്റ് ലൈൻ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് കൺസോൾ ലോഗ് കോൺസെപ്റ്റ് ലോഗ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അതിന് വാല്യൂ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ തൊട്ട് താഴെയുള്ള ഗ്ലോബൽ കോണ്ടെക്സ്റ്റിനടുത്ത് വാല്യൂ ചോദിക്കുന്നു. ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അൺഡിഫൈൻഡ് ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുക. ഈ അൺഡിഫൈൻഡ് ആണ് ഇവിടെ പ്രിന്റ് ആവുന്നത്. സോ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് കോൺസെപ്റ്റ് ഗ്ലോബൽ കോണ്ടെക്സ്റ്റിനോട് ചോദിക്കുന്നു, അൺഡിഫൈൻഡ് പാസ് ചെയ്യുന്നു, അൺഡിഫൈൻഡ് പ്രിന്റ് ചെയ്യുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. ഫംഗ്ഷന്റെ കേസ് എത്തുമ്പോൾ ഇതുപോലെയാണ്. ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫംഗ്ഷൻ എക്സിക്യൂഷനിൽ കോഡ് ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എടുക്കുന്നു. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് മാത്രം കോൺസെപ്റ്റിന്റെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ അൺഡിഫൈൻഡ് ആണ് പ്രിന്റ് ആവുന്നത്. അടുത്ത ലൈനിലോട്ട് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എത്തുമ്പോഴത്തേക്ക് അവിടെ കോൺസെപ്റ്റിന് ഹോയിസ്റ്റിംഗ് എന്നൊരു ഇനിഷ്യലൈസേഷൻ കാണുന്നു. ഇത് കാണുമ്പോഴാണ് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നത് ആ വേരിയബിൾ ഒരു പുതിയ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അത് അപ്പം തന്നെ അവിടെ വെച്ച് റീപ്ലേസ്മെന്റ് നടക്കുകയാണ്. വാർ കോൺസെപ്റ്റ് ഈസ് ഈക്വൽ ടു അൺഡിഫൈൻഡ് മാറി അപ്പം തന്നെ ഹോയിസ്റ്റിംഗ് ആകുന്നു. ഇവിടെ രണ്ടിടത്തും അൺഡിഫൈൻഡ് ആണ് പ്രിന്റ് ചെയ്തത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഹോയിസ്റ്റിംഗ് എന്നൊരു പുതിയ വാല്യൂ കിട്ടി. അത് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൽ റീപ്ലേസ് ആയി. അതാണ് ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ ഒന്നും കൂടെ കോൺസെപ്റ്റ് പ്രിന്റ് ചെയ്യാൻ നോക്കിയാൽ ഹോയിസ്റ്റിംഗേ വരത്തുള്ളൂ. നമുക്കൊന്ന് ലോഗ് ചെയ്ത് നോക്കാം. ആദ്യത്തെ രണ്ടിടത്തും അൺഡിഫൈൻഡ് ആണ് വന്നത്. കാരണം ഇതുവരെ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിന് അറിയത്തില്ല കോൺസെപ്റ്റിന്റെ വാല്യൂ ഹോയിസ്റ്റിംഗ് ആണ്. ഫോർത്ത് ലൈൻ എത്തിയപ്പോഴാണ് ഫോർത്ത് ലൈനിൽ എത്തിയപ്പോഴാണ് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിന് മനസ്സിലായത് കോൺസെപ്റ്റിന്റെ വാല്യൂ ഹോയിസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് 10th 11th ലൈനിൽ എത്തിയപ്പോൾ ഹോയിസ്റ്റിംഗും ദിസ് കോൺസെപ്റ്റ് ഈസ് ഹോയിസ്റ്റിംഗ് എന്നും പ്രിന്റ് ചെയ്യാൻ കാരണം.
So technically speaking, function declarations are scanned and made available. Global context function declaration completely scan ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട് ആർക്ക്, എക്സിക്യൂട്ട് ചെയ്ത് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ആ ലൈനിൽ എത്തുമ്പോൾ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിന് അവൈലബിൾ ആക്കുന്നുണ്ട്. സമയം വേരിയബിൾ ഡിക്ലറേഷൻ സ്കാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൈലബിൾ ആക്കുന്നതിന് ഒരു അൺഡിഫൈൻഡ് ആക്കിയാണ് കൊടുക്കുന്നത്. ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് വേരിയബിൾ സ്കാൻ ചെയ്തെടുത്തു, പക്ഷെ അവൈലബിൾ ആക്കി കൊടുക്കുന്നതിന് വരെ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് അത് ചോദിക്കുമ്പോൾ അൺഡിഫൈൻഡ് ആക്കിയാണ് കൊടുക്കുന്നത്. അതാണ് നമുക്ക് ഫസ്റ്റ് കേസിൽ അൺഡിഫൈൻഡ് പ്രിന്റ് ചെയ്തത്. ഫങ്ഷൻസ് ആർ ഫുള്ളി ഹോസ്റ്റഡ്. ഫങ്ഷൻസും അതിനകത്തുള്ള കോഡും ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൺലി വേരിയബിൾ ഡിക്ലറേഷൻസ് ആർ ഹോസ്റ്റഡ്. വേരിയബിളിൻ്റെ കേസ് എത്തുമ്പോഴത്തേക്ക് വേരിയബിൾ വാർ കോൺസെപ്റ്റ് മാത്രമേ ഹോസ്റ്റ് ചെയ്യുന്നുള്ളൂ, എന്ന് വെച്ചാൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആ ഹോസ്റ്റിംഗ് എന്നുള്ളത് ഫസ്റ്റ് കേസിൽ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നില്ല. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ഇപ്പം ഞാൻ എൻ്റെ കോഡിൽ എവിടെ എഴുതിയാലും പിന്നെ എനിക്കത് എവിടെ വേണം യൂസ് ചെയ്യാം. അതിൻ്റെ മുകളിലും യൂസ് ചെയ്യാം, താഴെ യൂസ് ചെയ്യാൻ ഒരു എററും വരത്തില്ല. പക്ഷെ വേറെ പ്രോഗ്രാമിങ്ങിൽ അങ്ങനെയല്ല. So that's all. Thank you. This is called hosting.